നോക്കിയെങ്കിലും അവൾ ഉറങ്ങാ വ്ളോഗ് എടുക്കാൻ. നന്നായിട്ട് പരവരാ വെളുത്തു. ഈ സമയത്ത് വെയിലൊന്നും കൊള്ളാന്ന് കരുതി പുറത്തോട്ട് ഫുഡില്ലാതെ ഇറങ്ങാൻ പക്ഷേ അവസ്ഥയായി. വിറ്റാമിൻ സി ആണ് കൊള്ളാണ്, ഈ വെയിലാണ് കൊള്ളുന്നത്. കുട്ടികൾക്കൊക്കെ ഏകദേശം ഒരു 2 വയസ്സ് വരെയാണ് കുട്ടികൾക്ക് ഒരു ഈ ടൈമിലാണ്. രാവിലെ 7 തൊട്ട് ഒരു 8 വരെ ഉള്ള ആ വെയിൽ വിറ്റാമിൻ സി ആണ് ഇപ്പോൾ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അതാണ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഹോം ടൂർ നടത്താൻ വേണ്ടിയിരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും ഇതാണ് വിജയമ്മയുടെ ഗേറ്റ്. ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ നേരെ വിജയമ്മയുടെ പാലമരമാണിത്. എവിടെയാണ് തുള്ളുകയാണ്? ഇതാ ഇവിടെ ഐതിഹ്യങ്ങൾ ഒളിച്ചിരിക്കുന്ന ഒരു പ്രത്യേകതരം സ്ഥലമാണിത്. അപ്പം ഇതാണ് വീട്. ഫാമാണ് മൊത്തം. കോഫി എസ്റ്റേറ്റ് ആണ് മൊത്തം. കോഫി എസ്റ്റേറ്റ് ആണ് മൊത്തം. മിർഷാദ് ആണ്ട് അവിടെ നടന്നു. ഹൈ ഗൈസ്, മിർഷാദ് ഈസ് ഓൺ മോർണിംഗ് വാക്ക് ഗൈസ്. രാവിലെ സായിപ്പൊക്കെ പോകുന്നതായിരുന്നു. മിർഷാദിന്റെ ഒരു ടൗസർ ഇട്ടതാണ് ആക്കാൻ വേണ്ടി പോയിട്ട് വന്നത് ഗൈസ്. എനിക്കൊരു കുട്ടി ഒരു നിമിഷം 3 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ മലേഷ്യയിലാണ്. 3 വർഷങ്ങൾക്ക് മുന്നേ തിരിച്ചു വരുമ്പോൾ തന്നെ റിനു, മിർഷാദ്, മുത്തമ്മ, കുട്ടി എല്ലാവരും കൂടെ കൊണ്ടുവരാൻ വേണ്ടി വന്നു. അപ്പം എൻ്റെ ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ജസ്റ്റ് വണ്ടി വെച്ച് നൂര് വെച്ചിട്ട് ഞാൻ പൊറോട്ട അടിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിൽ ഞാൻ വേണം ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ ഓടിപ്പടച്ചാണ്ട് ചെന്ന് ഒരു പൊറോട്ട കഴിക്കാനൊക്കെ കരുതി. അപ്പോൾ ഞാൻ ജാക്കറ്റ് അവിടെ വെച്ച് ഇത് വെച്ച് അപ്പോൾ ആ ചെങ്ങായി ആദ്യം പൊറോട്ട കഴിച്ചിട്ട് തിരിച്ചു വന്ന് ജാക്കറ്റൊക്കെ എടുത്ത് നോക്കി. അത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചോടുത്ത് കണ്ടില്ല. പിന്നെ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും മറന്നുപോയി. അപ്പം ഞാൻ കരുതി ആ ജാക്കറ്റ് ഫ്ലൈറ്റിൽ വെച്ച് എങ്ങാണ്ട് ഞാൻ എന്നിട്ട് ഞാൻ ഓർത്തില്ല. ഞാൻ അത്ര നേരിട്ട് ഞാൻ തിരിച്ചു വരുന്നൊരു ഇതിലേ നാട്ടിൽ വന്നതിൻ്റെ സന്തോഷം ഞാൻ പറഞ്ഞു. ഗൈസ്, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 3.5 വർഷം മുന്നേ എന്തോ കാണാതായിരിക്കുന്ന ജാക്കറ്റ്. ഇപ്പോഴും സാധനം നല്ലതുപോലെ ഉണ്ട്. ഇതാണ് അത് ലാസ്റ്റ് പറഞ്ഞത്. ഏതോ ഒരു നഷ്ടപ്പെട്ടു. ഹായ് മോർണിംഗ്. നടക്കലാണ് എല്ലാവരും. ചായ കുടിച്ചോ? ഓക്കെ. ശരി ഗൈസ്. അപ്പം അത് ഒരു താഴെ എടുത്ത് കല്യാണം ഉണ്ട്. അതിന് വേണ്ടി വന്നിരുന്ന ഐതിഹ്യങ്ങൾ പറയുന്ന ഒരു മഹാശൃംഖലയാണ്. ഇത് ഏകദേശം ഒരു 85 വയസ്സ് 90 വയസ്സടുത്ത് പാലമരത്തിലുണ്ട്. ഒരു 75 വർഷം 85 വർഷം 90 വർഷം അടുത്ത് പ്രായമുണ്ട്. ഒരുപാട് ആത്മാക്കളെ തളച്ചിരിക്കുന്ന ഒരു പാലയാണ്. ഇപ്പോൾ ഇവിടെ ഒരു സ്ത്രീയുടെ ദേഹത്ത് ഇതിന്റെ ശക്തി മൊത്തവും കൂടെ കഴിച്ചോടാ? കഴിച്ചോ? ഇതൊക്കെ വ്ളോഗിലുണ്ടാവും കേട്ടോ. പിഞ്ചാത്തന്റെ വ്ളോഗിൽ ഇതൊക്കെ ഉണ്ടാവും. ഞങ്ങളൊരു യുവാവിനെ ഉപദേശമാക്കി ഭക്തിയുടെ മാർഗത്തിലോട്ട് തിരിച്ചുവിടാനുള്ള പാലനെ പറ്റി പറഞ്ഞു. നല്ല വീട്, അതിമനോഹരമായ പാലയാണ്. പാലയുടെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം ഇത് ഏകദേശം ഒരു ഇതാണ്ട് കുഞ്ഞുകാക്ക രാവിലെ ടൗസർ കിട്ടാറുണ്ട്. ടൗസർ റാലിയാണ്. ടൗസർ എവിടുന്ന കിട്ടിയത്? ജാക്കറ്റ് ഉണ്ടല്ലേ, ഒരു ഉളുപ്പില്ലാതെ കായ് കൊടുത്ത് മേടിച്ചിട്ട്. ഓക്കെ. അപ്പൊ അന്ന് മേടിച്ചിട്ട് എക്സ്ചേഞ്ചിന് വേണ്ടിട്ട് വെറുതെ വന്നതാണ്.
1869 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നോക്കിയതാണ്. പിന്നെ ബിജു ജോണ്ടർ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ ഒരാള് മേടിച്ചു. പീറ്റർ ഇംഗ്ലണ്ട്. റിനുവിന് 2 വാക്കുകൾ സംസാരിക്കാറുണ്ട്. എന്താണ് ചേച്ചിമാര് ഇപ്പൊ തിരിച്ചു മഴ തെറ്റി നടക്കുക അല്ല ചിന്തിച്ചത് അല്ലേ? அப்படி எல்லாமே பேசக்கூடாது. ഇത് പിടിക്കും. നമ്മുടെ നാട്ടിലെങ്ങാനും വേണ്ടി ഒറ്റ കോഴി പോലും ഇല്ലാതെ ഓട്ടിക്ക് കോഴി ഇത് തപ്പിത്തന്നെ കണ്ടുപിടിക്കുന്നു, അവ പുല്ല് തിന്നുന്നു. ഇത്ര മനോഹരമായ കാഴ്ചയാണ്. നിങ്ങളെ ഞാൻ ഇതിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെ ഗൂഡല്ലൂരാണ് സ്റ്റേ വരുന്നത്. ഇതിനകത്ത് ഞങ്ങൾ പുതുതായിട്ട് ടെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2-3 എയർ ഫ്രെയിംസ് ഇത് കൊടുക്കാൻ വേണ്ടിയുള്ള, അതായത് ഞാനും കുറിച്ചും കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് ഞങ്ങളിപ്പോൾ കയറി വലിയൊരു പ്രൊജക്റ്റാക്കി മാറ്റാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. പക്ഷേ താങ്കളുടെ നമ്മളെ പ്രൊജക്റ്റിനെ പറ്റി ഒരു 2 വാക്ക്. നമ്മുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വലിയൊരു ഫാം ടൂറിസത്തെ വികസിപ്പിച്ചെടുക്കുകയാണ്. ഒരു കോഫി എസ്റ്റേറ്റ് എന്ന് പറയുന്നൊരു ആശയമാണ് ഞങ്ങൾ. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ടൂറിസത്തെ വളർത്തുകയാണ്. അതായത് കുറച്ച് മൃഗങ്ങളും മുയല് അങ്ങനെ കുറച്ച് പക്ഷി മൃഗാദികളും എല്ലാം ആയിട്ടൊരു, പിന്നെ ഒരു നാച്ചുറൽ പൂള് കാണും, കുറച്ച് മീനും കാര്യങ്ങളും. നമ്മള് ഇവിടുന്ന് മറ്റേ മലയിലോട്ടുള്ള ട്രക്കിങ്ങിന്റെ കാര്യം എന്തായിരുന്നു? പട്ടി ഇതാണ്ട് ഏകദേശം ഞങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഏത് നിമിഷവും ഒരു അറ്റാക്ക് ഉണ്ടാകും എന്നുള്ള സാധ്യതയിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ പട്ടി എന്ന് പറയുന്ന സാധനം എനിക്കൊരു പ്രശ്നമല്ലാത്തില്ല, ഞാൻ കഴുത്തെ പിടിക്കാൻ എറിഞ്ഞിരിക്കും. അപ്പം എയർ ഫ്രെയിം ഇതിനെ പറ്റിയാണ് ഞങ്ങൾ അറിയുന്നത്. ഏകദേശം ഇപ്പം ആളാണ് ഇങ്ങനത്തെ അറിയില്ല. ഞാനും മിർഷായും കൂടെ കുട്ടീനെ സ്കൂളിലോട്ടൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി അതിമനോഹരമായിട്ട് കുട്ടിയെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വിജയമ്മ. മുഖത്തൊക്കെ പൗഡറൊക്കെ തേച്ച് കൊടുത്ത് സുന്ദരിയാക്കുകയാണ്. ആ തോന്നുന്നൊരു ഞങ്ങള് ചന്തിയൊക്കെയുള്ള ഏരിയ ഏകദേശം തുടച്ച് സ്കൂളിൽ കാണുക. രാവിലത്തെ ഏകദേശം 8:30 ആയിട്ടത് കണ്ടോ, മഞ്ഞുതുള്ളികൾ പോകുന്നില്ല. ചന്തി വെക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചിടാക്കണം. അതിനായിട്ട് നമ്മൾ ഇതാണ്ട് ഒരു പ്രത്യേകതരം ഉണങ്ങിയ ഒരു പോളിസ്റ്റർ തുണിയാണ് എടുക്കുന്നത്. ഓട്ടോ പോകുന്നില്ല. കെട്ടിവെച്ചാൽ തനിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. ഹലോ ഗൈസ്, നമ്മുടെ മോർണിംഗ് വ്യൂ ആണ് കേട്ടോ ഏതാല്ലേ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇത് നമ്മുടെ മോർണിംഗ്. വാടാമല്ലിന്ന് വാടാമല്ലിയൊക്കെ കണ്ടോ? വെറുതെ ഒരു ഫോക്കസ്.
അതവിടെ പണ്ട് ഇവിടെ മൊത്തം തേയിലത്തോട്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ ഒരു മാറ്റിയിട്ട് ബിസിനസ് അല്ലേ, അപ്പൊ നമുക്ക് ലാഭമുള്ളത് ചെയ്യുന്നു. അപ്പൊ അവര് മാറ്റിട്ട് കാപ്പി എങ്ങോട്ട് പോണേ? ഇപ്പൊ അവര് ഫുള്ള് കാപ്പിത്തോട്ടത്തിലേക്ക്. ഇപ്പൊ ഇവിടെ ഫുള്ള് കാപ്പിത്തോട്ടമാണ്. എങ്ങനെ അതാ അവിടെ ഉണ്ടോ? ഓ നീക്കണം നോക്കണം കേട്ടോ ബിജുമേ. ചിക്കാമി അസുനി അസുനി ഇന്നലെ അസുനി മാറി അസുനി പൂ വേണോ അസുനി? പൂജയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പറ വീട്ടിലുണ്ടല്ലോ. ഞാൻ കാപ്പി കാണിച്ചു കൊടുക്കും. ഇതിനുള്ളിൽ നല്ല പുലി ഒതുങ്ങിയിട്ടുണ്ടാകും. നല്ല മണമുണ്ടല്ലേ കാപ്പിൻ്റെ പൂവിൻ്റെ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ നമ്മുടെ കാപ്പിപ്പൂവിൻ്റെ സ്മെല്ല്. ഇതാണ് ഗൈസ് കാപ്പി. ഇവിടെ ഫുൾ കാപ്പിയാണ്. അതാണ് നമ്മുടെ കാപ്പി. കാപ്പി കാപ്പി അറിയാത്തവരാരും ഉണ്ടാവില്ല. ഈ ചുമന്ന നല്ല പഴുത്ത കുരു ഉണ്ടല്ലോ, കഴിക്കണം, നല്ല ടേസ്റ്റാ. ചുമന്ന പഴുത്ത കുരു ഇത് ഫുള്ള് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു പറിക്കാത്തതാണ്. കുറച്ച് ഇങ്ങോട്ട് ഒരു പറിച്ച് വെച്ചിട്ടുണ്ട്. വീടിനകത്ത് ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ പറിക്കാത്താണ്. കാപ്പിപ്പൂവിന് എന്തൊരു സ്മെല്ല. ഇതൊരു കരിയേറ്റുണ്ടാവും. ഞങ്ങളൊരു സൺഫിഷ് എടുത്തോ ചിക്കേ ആയിട്ട് ഒന്ന് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ കാപ്പിത്തോട്ടത്തിനുള്ളിലാണ് ഉള്ളത്. ഇവിടെ മുഴുവൻ പണ്ട് തേയിലത്തോട്ടമായിരുന്നു. അതിലേറെ ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇപ്പം അവർ ഫുള്ള് തേയില മാറ്റി കാപ്പി വെച്ചു. അതും ഭംഗിയില്ലായ്മല്ല, നല്ല തേയില അത്ര ഭംഗിയില്ലല്ലോ. അമ്മ ചുറ്റിന് ചെരുപ്പ് അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഇത് ഫുള്ള് കാണിച്ചെടുത്തു. തണുപ്പുണ്ടോ റമോനെ? തണുപ്പുണ്ടോ? ചൂടെടുക്കുന്നു. തണുത്ത വെള്ളം വേണം അല്ലേ? ഗൈസ് നമുക്ക് നല്ല പൂരി ഭാജി പാൽച്ചായൊക്കെയാണ്. നല്ല പൂരിയും ഭാജിയാണ് ഗൈസ്. നല്ല നല്ല വെയിൽ. നല്ല പൂരി, നല്ല ഭാജി. രാത്രി 5:00 വ്ലോഗ് ചെയ്യുന്നല്ലോ. നിറയെ കാപ്പി കാപ്പി കാപ്പി. നല്ല കോഫി കുടിച്ചാലോ ചിഞ്ചുമുള്ള. ഞാൻ പോണത് കുരുമുളക്. അത് മിക്സ് ഇതൊക്കെ റീല ഇൻസ്റ്റാഗ്രാമിലാണ്.
പോകുമ്പോ ജാക്കറ്റ് ഏത് ഏതാണ് ജിം 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 ഇതിന്റെ പേരല്ലേ മറ്റത് അതന്നെ മറ്റേ പേരില്ലേ നല്ലൊരു പേരായിരുന്നു മിൻമിനി. ഞാൻ അതിന്റെ മുഖം നോക്കി പേര് പറയും. ഒരു പൂവിന്റെ പേര് പറയണം. ഇതിനുള്ളിൽ കുമ്പിട്ടൊക്കെ ഉണ്ട് കേട്ടോ. മുന്തിരി തോട്ടത്തിന്റെ ഉള്ളിൽ ഒഴിച്ച് നിലമ്പ് സാരി വെച്ചാലോ. മുന്തിരി തോട്ടം കണ്ടിട്ട് താത്ത ഞങ്ങൾ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ആരാണേ ആണല്ലേ എന്റെ കുട്ടിക്ക് ഇതൊക്കെയാണ് കണ്ടോ, ഇതൊക്കെയാണ് ഓന് വേണ്ടിയത്. ഇപ്പൊ നമ്മളുള്ളത് കാപ്പിത്തോട്ടത്തിന് ശേഷം നമ്മളിപ്പോ ഉള്ളത് തേയിലത്തോട്ടത്തിലാണ്. തേയിലത്തോട്ടം ഏതുപോലെ വെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേറെ ഭംഗി ഉണ്ടായിരുന്നു. മസനഗുടി വഴി ഊട്ടി അല്ലേ? എന്ത് വഴി? മസലങ്കുടി. മസലങ്കുടി വഴി കൊടൈക്കനാൽ. അപ്പൊ ഗൈസ് ഭയങ്കര ശുദ്ധവായു. മറ്റേ ചാർലിയിൽ പറയണ പോലെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഏതാണ് ഇവിടെ ഇപ്പൊ ഞങ്ങള് റീല് സെറ്റ് ആക്കാണ് ഗൈസ്. ഞങ്ങൾ ഭയങ്കര കലാകാരന്മാരും കലാകാരികളും ആയതുകൊണ്ട് തന്നെ കണ്ടോ ഒരുത്തരം അവിടെ പോയി പാട്ടൊക്കെ പാടുന്നതിൽ ഞാൻ എടുത്തിട്ട് പിരാന്തായി. ഇവിടെ താഴെ പുലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഈ വീട്ടുകാർ പറഞ്ഞതാണ്. ഇവിടെ ആന ഇവിടെ അവരെ നമ്മളെ വീടിൻ്റെ അവിടെ ഒക്കെ ആന വരലുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അവർ എസ്റ്റേറ്റിൻ്റെ അവിടെ കറണ്ട് എർത്തിട്ടു. അതിന് ശേഷം പിന്നെ മുകളിലേക്ക് ആന വരവ് കുറഞ്ഞു കേട്ടോ. പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആന അവരുടെ മുകളിലേക്കൊക്കെ വരലുണ്ടായിരുന്നു. ആ എസ്റ്റേറ്റാണ് ആ കാണുന്നത്. പക്ഷെ അവിടെ കുറച്ച് ഉപ്പട്ടി പോണ ഗൈസ് നമ്മൾ ഇവിടുന്ന് പൂ പറിച്ചു. നല്ല രസല്ലേ? അത് എത്ര ഉണങ്ങണം അറിയോ? കുറെ പ്രാവശ്യം ഉണക്കാൻ വെക്കണം. അത് കുറേ നേരം ഉണക്കാൻ വെക്കണം. അപ്പൊ തൂക്കം മറ്റും കുറയൂലേ? എല്ലാവരും തേയിലൊക്കെ പറിച്ചിട്ട് ഇതാണ് വെക്കുന്നത്. നമുക്ക് ഇനി എവിടെ വെക്കണത്? വയ്യാതായി. ഇതിന് പോട്ടെ. ഇതിന് വില ഇപ്പൊ ഇത് ഭയങ്കര മോശമാണ്. വില ഉണ്ട്, അപ്പൊ സാധനം ഉണ്ടാവില്ല. വെയിലായില്ലേ അവരൊക്കെ കരിഞ്ഞു പോകും. ഉണ്ടോ? അത് ഞങ്ങൾക്കൊന്ന് മാറ്റിയെടുത്തേ.
ജമുനാപ്യാണോ? ജമുനാപ്പാരിയാണോട്ടാ ഈ ജമുനാപ്യാര്? ഹലോ വ്ളോഗാണ്. ഹായ് പറയൂ, ഹായ് പറയോ, ഹായ് പറയൂ മനു. കയ്യില കാപ്പിത്തോട്ടത്തിനുള്ളിൽ ഒരു കപ്പിൾസ്. റോമോണി എവിടെ കേറിയിരിക്കണേ? നമുക്ക് പോണം. എന്തെന്ത് പരിപാടി? പൂളച്ചേട്ടനായി എന്തെന്ത് പരിപാടി മോൻ? എന്തെന്ത് പരിപാടി? നമ്മള് കപ്പ എന്തായാലും പേരെന്താ? ബിരിയാണി. ഏഷ്യാഡ് ഇന്നത്തെ സ്പെഷ്യൽ. നല്ല നാടൻ കപ്പയാണ്. നല്ല പ്രത്യേകമുള്ള കപ്പ. അല്ല ആൻജോ അല്ലേ? സോറി ജോമോ പേരല്ല, ആൻജോ. ജോമോന്റെ ചെമ്പ് വന്നു, ചെമ്പ്. എന്നിട്ട് വേറെ ഉണ്ടോ എന്തേലും കൊട്ട? അവിടെ ഇരുന്നോ? എന്തില്ലെങ്കിൽ വ്ളോഗ് മതി. ചായ എല്ലാ നേരം കുട്ടിയെ മുന്നേ പോകാം. ഒരു ഉള്ളിവട. ഹലോ ഗൈസ്, നമ്മളിതാണ്ട് ഇടുക്കി സ്റ്റൈല് ഏഷ്യാഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബ്ലോക്കാണ്. അപ്പൊ ഏഷ്യാഡിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കപ്പ പിഞ്ചു കണ്ട് കപ്പ ഉണ്ടാക്കുന്നത്. പട്ടക്കം ഇടുക്കി അച്ചായനായി. അളവ് മതി, അത് മതി, അത് കറക്റ്റ് ആണ്, അത് കറക്റ്റ് ആണ് കേട്ടോ. ഏഷ്യക്കാരുടെ ഏഷ്യാഡ് തട്ടിയ മോനെ നേരത്തെ അല്ല, പ്രോസസ് കിട്ടിയട്ടെ. പോയത് കിട്ടിയോ? കുഞ്ഞുമോൻ തന്നെ പണ്ട് കോളേജിൽ ഏത് നിന്നാല് അങ്ങനെയും കുറച്ച് സാധനം കാട്ടിയെടുക്കേ, സാധനം കാട്ടിയെടുക്കേ, പാസ് പാസ് കാട്ടിയെടുക്കേ. ബ്ലോഗിൽ തോന്നിട്ടാണ് അവിടെ ലഹരി മാഫിയ അഴിഞ്ഞാട്, ലഹരി മാഫിയ അഴിഞ്ഞാട്. ആരെ അത് മതി 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 മാറ്റി ഇച്ച് മാടാവുന്ന കടല. ഇതെന്താണ്? എടുക്കാം ഉള്ളി, ഉള്ളി വീഡിയോ എടുക്കാം ഗൈസ്. ഫുൾ ഓഫ് അരിനെല്ലിക്കസ്. അവിടെ കണ്ടോ നിറയെ അരിനെല്ലിക്കുണ്ട് ഗൈസ്. നമ്മളിവിടെ അടുപ്പ് കൂട്ടുകയാണ് കേട്ടോ ഗൈസ്. നമുക്ക് കപ്പൻ ഏഷ്യാഡ് വെക്കാനുള്ള അടുപ്പ് ഇവിടെയാണ് നമ്മൾ കൂട്ടുന്നത്.
കത്തുന്ന വിറക് വീണ്ടും കൊത്തി ചെറുതാക്കണ. വലിയ ചെമ്പൊക്കെ കൊണ്ടുവന്ന ചുരുളല. ഞാൻ അടുപ്പ് കത്തിക്കാൻ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്ക്. ഹലോ ഗൈസ്, നമ്മള് അതായത് ചാരമാണിത്. ചാരയിൽ നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചൂട്ട് വെച്ച് തീ പിടിച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിക്ക് ഇത് കത്തി തരും. അങ്ങനെയാണ് നമ്മൾ തീ കത്തിക്കാം. ഇവിടെ കപ്പ കേൾക്കണ ഒരു ക്ലിപ്പ് എടുത്ത ചിഞ്ചോ. ഒന്നും വേസ്റ്റ് ചെയ്യില്ല. എവിടെയൊക്കെ വാങ്ങിയ ഉണ്ട്. ഒന്ന് വരുന്നോ? ഞാൻ കാണോ ജെല്ലി? ഇപ്പൊ ജെല്ലി എന്നെ മാണെല്ലാവർക്കും. അതാ ജെല്ലി തോട്ടം പറിച്ചതാണ്. ജെല്ലിത്തോട്ടം എന്താണ് നിങ്ങളെ ഈ വെറുതെ നേരം കൊണ്ട് കുളിച്ച് മാറ്റിക്കൂടി മാറ്റിയിട്ട് തിന്നാലോ കപ്പ. രണ്ട് വാക്ക് കപ്പൻ ഏഷ്യാനെ പറ്റി. ഇപ്പൊ നമ്മളിതിൽ ഗൈസ് ഉപ്പും വെള്ളം തിളപ്പിക്കുകയാണ്. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കപ്പ ഇടും. കപ്പ
എന്ത് റോമാന്? വെള്ളം തളിച്ചില്ലേ? വെള്ളം കമ്മിയുണ്ടോ? വെള്ളം തളിച്ചു. പ്രൊഫഷണൽ ഷെഫ്. മഞ്ഞൾപ്പൊടിയാണ് വെള്ളത്തിലോട്ട് പകുതി മഞ്ഞൾപ്പൊടി പാറിപ്പോയി. എല്ലാ പകുതി കൂടി മഞ്ഞൾപ്പൊടിയാ മതി. കഴിഞ്ഞില്ലേ? മന്തിയപ്പുണ്ട് എന്റെ അടുത്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം മന്തിയ. ആരുടെ? കഴിഞ്ഞിട്ട് രാത്രി എന്തായാലും ഇത് എത്ര ആയിരുന്നു? രാവിലെ പോകട്ടെ. നമ്മൾ ഇന്നലെ സംസാരിച്ച ഒരു 12 വീണ്ടും തിരിച്ചു പോകുന്നു. എത്ര ഉള്ളി മതിയായിരുന്നോ? ഉള്ളി അരിയൊന്ന് വെള്ളം തിളയ്ക്കുന്നു. ഒറ്റ ഫ്രൈ. അപ്പൊ നമ്മള് ഇടാൻ വേണ്ടി പോവാണ്. മാറി കുട്ടികളെ മാറേ. സോപ്പ് കളറടാ. മഞ്ഞപ്പൊടി. അതിൽ സോപ്പ് ഉണ്ടായിനിയോ? തെറിക്കുണ്ട് ചങ്ങായി. പ്രൊഫഷണലാ. അത് പൈ വേവ് എടുക്ക്. അത് എടുക്കടാ. കിട്ടുവോ? കത്തിയോണ്ട് കഴിയില്ല, കുത്തിയെടുക്കേണ്ടി വരും. ഈ നിൽക്കുന്ന മഹാൻ അതിലേക്ക് ഒരു തേയിലക്കുരു എറിഞ്ഞിട്ടുണ്ട് ഗൈസ്. കിട്ടിയോ? ചായപ്പൊടിന്റെ ടേസ്റ്റ് ആ ഇനി ബീഫിലിടണ്ടേ? ബീഫിലൂടണ്ടേ? മതിയടാ, ബീഫിലൂടണ്ടേ? ഇവന് ഏഷ്യാഡല്ലേ? അമ്മ വിളിച്ച വീടിന്റെ ഫോണക്ക് പോയപ്പോ ഇനി ഒരു ആഡിയൊക്കെ വേണമെങ്കിൽ നിന്റെ വ്ലോഗില് എന്ത് അത് നമുക്ക് ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് കേറ്റാം. ഒരു ഗ്ലാസ് വെള്ളം തരുമോ? വീഡിയോ ഒറ്റ ഇതാക്കിയിട്ട് അതാണ് പണ്ടാരി. തത്താപ്പച്ചയില് പൂക്കി വരുന്നുണ്ട്. അനക്ക് കയ്യോ അവിടെ കയറ്റിയിരുത്താനില്ലല്ലോ. നീ ഇവിടെ പിടിക്കേ, ഈ കൈ കൊണ്ട് ഇവിടെ പിടിക്കേ. അതാ ഒന്നുകൂടി ആട്ടിയടാ, ഒന്നുകൂടി ആട്ടിയാനെ. സമയം കളയില്ല നമ്മള് പോതി. മീനോ സാധ്യത വേണ്ടി ഞാനിപ്പോ വിളിച്ചായിരുന്നു. അപ്പൊ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞുമോളൊക്കെ വന്നായിരുന്നു, ഉഷാറായിട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ പൂരി തിന്നത് കഴിക്കണ്ടേ?
നമ്മൾ നല്ല ബീഫിലേക്ക് പച്ച കുരുമുളകാണ് ഇടുന്നത്. അത് ഫ്രഷ് പറിക്കുന്നു ഇടുന്നു. ഞാനൊന്ന് പറിക്കട്ടെ. എന്താ അത് പോരാ, നല്ല ബീഫ് ഇതും കൂടെ വേണം. നല്ല എരിവട്ട കുരുമുളകാണ് ഇനി കേറുന്ന അതിൽ പച്ചമുളക് ഇഞ്ചി ആവശ്യം അധികം ഉണ്ട്. അടങ്ങിയില്ലട്ടോ. കുട്ടികൾക്ക് കുറച്ച് ആ കപ്പ മാറ്റി വെക്കണം. വെള്ളം കൂടെ വരുമ്പോഴേ തിളച്ചിതാവും. തൊട്ട് പിന്നെന്താ ഇനി എന്താ വേവാളെ? 3 സ്പൂൺ കൂടെ വേണം. ആ ടേസ്റ്റ് അങ്ങോട്ട് വരട്ടെ അങ്ങോട്ട്. അതെ കുറച്ച് പട്ട ഇടാവോ എല്ലാവർക്കും. ഇറച്ചി മസാല ഉണ്ടോ? നമ്മള് കുക്കർ മാറ്റി ഗൈസ്, അതിൽ കൊള്ളുന്നില്ല. പട്ട ഇട്ടു. ഇനി മറ്റേത് ഗ്രാമ്പൂ. ഏലക്ക ബാക്കി അതിലിട്ടുണ്ടോ? ഏലക്കായി വേറെ ഇട്ടുണ്ടോ? 3 മതി ഏലക്ക. അതല്ല, ആ മറ്റേ കുക്കറിൽ ഇട്ടില്ലല്ലോ, എന്നാ അത് പോരാ. പട്ട കുറച്ച് അതിനകത്ത് ഇട്ടണം. നല്ല വില അതുകൊണ്ടാണ്. മതിയോ? മറ്റേത് അതുപോലെ ഗ്രാമ്പു കൊറേ ആയാ കുത്തല. നല്ല നെയ്യുള്ള ടേസ്റ്റ് എല്ലാം ഉണ്ടോ? മസാല ഇടും. മസാല ഇട്ടോ? മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ബീഫ് മസാല. ഉപ്പ് മതിയാവില്ല. കപ്പയിലിട്ടില്ലേ മഞ്ഞള്? കുറച്ചിട്ടോ. മല്ലി മല്ലി ഒരു 6 സ്പൂൺ ഉണ്ടാവില്ല. അങ്ങനെ മല്ലിപ്പൊടി നമ്മൾ 6 സ്പൂൺ ഇട്ടു. ഒന്നുകൂടെ. ഓക്കെ. മുളക് പൊടി കാശ്മീരി ഇട്ടോ? കാശ്മീരി മതി. കാരണം മറ്റേ നമ്മള് ഫുള്ള് വേണ്ടിയിരുന്നു എനിക്ക് തോന്നുന്നത്. അതും മതി. ഇവരെങ്ങനെ അറിയോ? 1 കിലോ 2 കിലോ അതുപോലെ കുറച്ചുകൂടി വേണ്ടി. അങ്ങനെ മതി. ഉപ്പിട്ടോ? ഉപ്പിട്ടില്ല. ഉപ്പ് തിന്നെ അവിടെയാ. കപ്പ നോക്കണേ. കപ്പയ്ക്ക് നല്ലോണം തീ കത്തണം. എന്താ പുറത്തായതുകൊണ്ട് ചൂട് കിട്ടൂല. അത് വിണ്ട് കീറിയിട്ടുണ്ടാവും കഷ്ണം. ഞാൻ പ്രൊഫഷണൽ ഷെഫാണ്. എന്നെ പറ്റി അറിയില്ല എനിക്ക്. ശരി, വിജയമലകൾ എടുക്കാം. ഉപ്പ് കൂടി ഞങ്ങളൊക്കെ എന്റെ നെഞ്ചിട്ട് കയറും. ഇല്ലേ എന്നാട്ടോ മതിയാവില്ല. ഈ പൊടിയുപ്പല്ലേ നമ്മൾ ഇളക്കുമ്പോ ഇട്ടാലും. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാം.
കുറച്ച് വെള്ളാക്കി വെളിച്ചെണ്ണ കുറച്ചുകൂടി ഇത്രയും മസാല വേവുള്ള പോരെ? കപ്പ ഊറ്റിയോ? എടാ കരിവേപ്പിട്ടോ? പിന്നെ പുളിക്കേണ്ടി തക്കാളി ആക്കാം. തക്കാളി ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മള് തേങ്ങ വറുക്കണത് ലാസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യാൻ. തേങ്ങ നന്നായിട്ട് വറുക്കണം. കുക്കറിൽ ബീഫ് വാഴന്റെ വെട്ടിയതടാ. എവിടുന്ന് വാഴ വെട്ടി മോനോ? നമ്മളിന്ന് വാഴന്റെ ആണ് ഗൈസ്. വാഴന്റെ നമ്മൾ കഴിക്കുന്നത്. തേങ്ങ നമ്മൾ നേരത്തെ വറുത്തതില് കുറച്ച് ജീരകം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. മിയമാളെ ഓനവിടെ അല്ലേ? പൊലി പിടിക്കൂല, പുലിക്കുള്ള ആരല്ലോ. ഉപ്പൊക്കെ ഉണ്ടോ? അത് ചോദിച്ചില്ല, ഞാൻ ചാറ് കിട്ടൂല. 2:30 ചിഞ്ചി എന്തിനാ അത്? നെയ്യ് എടുക്കാതെ കഷ്ടം എടുക്കും. നെയ്യാണോ എടുത്തോണ്ടോ? പാത്രം എടുത്തോളൂ. ഏത് കുഞ്ഞുമോക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കപ്പിക്കാതെ ഉപ്പിട്ടില്ലേ? മസാല ഇട്, മസാല കൊണ്ട് വെള്ളത്തിലിട്. വീഡിയോ എടുക്കില്ലേ? തിന്നല്ല മെയിൻ നെയ്യല്ലേ? ഇത് തികയോന്നപ്പോ എന്റെ സംശയം. അരപ്പ് ഇതിന്റെ മുകളിൽ വെച്ച് ചിഞ്ചോ ഈ നെയ്യൊന്നും ഇങ്ങോട്ട് എടുത്തരോ? അതന്നെ, താങ്ക് യു. അരപ്പ് വേണം. അങ്ങോട്ട് കേട്ടോ, ആവി കേട്ടെ. ഈ അരപ്പല്ലോ കുറച്ച് വെള്ളം ഒഴിച്ചോ. വെള്ളമോ? ആ ചാർത്ത് ഒഴിക്ക്. വറ്റും. വെള്ളം ഒഴിച്ചോ? വറ്റും. പച്ചവെള്ളത്തിൽ ചോദിക്കോ? നമുക്ക് എല്ലാവർക്കും ഇവിടെ നിലത്തിരിക്കാം. ഇതാണ് മിർഷാനറിയാം. അതിനകത്തേക്ക് വിളിക്കും. അരപ്പ് കൈക്ക് ഫുള്ള് അത് കൈകാനല്ല എന്നെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. എന്താ തിരിച്ച് അതിനകത്തേക്ക് വിളിച്ചാൽ സൈഡിലൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഉണ്ടാക്കും. ഇപ്പൊ നാളെ തിന്നാറ് ഉണ്ടാക്കാൻ അറിയില്ല. ഞങ്ങള് പാലും പാക്കറ്റ് വരെ വെള്ളം കഴിച്ച് മിൽമന്റെ പാലും പാക്കറ്റ് വരെ ഒഴിച്ചിട്ട് ബാക്കി വെള്ളം ചോദിച്ചു പോരും. കുഞ്ഞാക്ക് 2 കിലോ. അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ? ഇതോ ഷെഫാണ്. ഇതേ പൂളിയും കപ്പിയല്ല, ഏഷ്യാഡാണ്. ഇത് ബാക്കിയാവും. ക്വാണ്ടിറ്റി ഈ പൂളൊക്കെ ടൈമിൽ ഇറച്ചി കുറച്ച് തന്നാൽ മതി. 25 ഭക്ഷണം, 50 ഭക്ഷണമാണ്. ഇല്ല നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കണം. കുഞ്ഞിമാർക്ക് അത് കോപ്പിങ്ങനെ എത്രങ്ങാനും വലിയൊരു എന്തത്
അധികം വെള്ളമില്ല കേട്ടോ. അടി കഴിയണ നോക്കിക്കോ. കുറച്ചേ വെള്ളത്തിലെ ടേസ്റ്റ് ഉണ്ടാവുക തിന്നാന്. കുറച്ച് വെള്ളത്തിൽ കൊടുക്ക്, ബാക്കി ഒരു വെള്ളം ആവശ്യമില്ല. എല്ലാരും കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിനും. വലിയൊരു വന്നോട് ഒറ്റാന്നിട്ട് കരക്കടില്ല. അതാ ഒറ്റൊന്നും കിട്ടൂല. എന്തീ കാട്ടി ഉണ്ടോ? കറിവേപ്പിന്റെ കുറച്ച് മതി. രണ്ടെണ്ണം പോരാ. കറിവേപ്പിന്റെ ഇട്. അങ്ങനെ നല്ല പക്ഷെ ഊരിട്ട് എന്താണ് ഊരിട്ട് തണ്ടയിലിട്ടാ മതി. എന്തൊക്കെ കാണപ്പോ ഉപ്പ് ഉപ്പ് മതിയടാ ഉണ്ടായിക്കോട്ടെ. കുഞ്ഞാ കൂടുതൽ വേണം, അല്ലെങ്കിൽ അത് രസം അത് കാരണം ചൂടറിഞ്ഞു മുറുകും. അതാ രസം. ആ കൊഴുപ്പ് ഇത് വേണം, ഇത് വേണം. ഇത് ഇനി ഒന്നുകൂടി മുറുകും. ഉപ്പ് വേണം. ആ ഉപ്പ് ഉപ്പ് ഉണ്ടോ? നമ്മൾ വിളമ്പി വെച്ചാൽ കുറുകും. കുറുക്കാൻ വന്ന പ്രാവോ ആ ഒരു കോമഡിയിൽ നിന്നോട്ടെ, റീച്ചാവും. ഇത് ഫുള്ള് കരിയേപ്പേടാ. മല്ലിച്ചപ്പുണ്ടോ? കുറച്ച് ഉണ്ടല്ലോ. ഉപ്പ് അതിനനുസരിച്ച് അളവിനനുസരിച്ച് ഇടണ്ട, കൂടെ കുറേ ഉണ്ടല്ലോ. ആ ഇത് ഉപ്പുണ്ടല്ലോ കട്ടയായിട്ട്. ചാറായി ഇങ്ങനെ അടഞ്ഞു നിർത്തല. തേങ്ങ കൊത്തിട്ടില്ലല്ലോ. തേങ്ങ അരച്ച് ചേർത്ത് ഇനി കൊത്തു വേണോ? രണ്ട് തുണി ഇട്ടാ ഇറക്കാൻ വേണ്ടി. രണ്ട് തുണി പുതിയ ടെക്സ്റ്റൈൽസിൽ പോയി വാങ്ങിപ്പോയി. ഞാൻ ഫ്രണ്ട് കേട്ടോ, എനിക്ക് ഇങ്ങനെ കാണില്ല. അവിടെ ഈ മതിയുടെ എടുക്ക്. പച്ച രസം ഉണ്ടാവില്ല. എന്റെ ഏഷ്യാട് ഇങ്ങനെയല്ലേ? പൂള കുറച്ചുകൂടി വേണ്ടായിരുന്നു. അപ്പൊ എന്റെ ഏഷ്യാട് വേവാൻ എനിക്കറിയില്ലേ? ഇനി ഇളക്കുന്നുണ്ടോ? അത് വാവ തിന്നോളൂ. ഇനി ഇളക്കണ്ട. ഉപ്പുണ്ടോ നോക്കണ്ടേ? ഓക്കെ. ഉപ്പ് കറക്റ്റാ. മറ്റേത് അതാണ്. അല്ല ഞങ്ങൾ മണത്ത് കയറി. കുഞ്ഞാവനെ പോലെ തന്നെ ഉണ്ട്. ഇജി പറയും, ഇജി കള്ളറാനത്തെ ഡയലോഗ് പറയും. കുഞ്ഞാവനെ പോലെ തന്നെ ഉണ്ട്, അതുകൊണ്ട് കുഞ്ഞാവനെ മാറി വീഴ്ച. അപ്പൊ കോട്ടയത്ത് കപ്പയില്ല. സുബീക്ക് 5 വരെ അവന്റെ ഏഷ്യാട്. അതാണ് ഇത് അവന്റെ ഏഷ്യാട്. അതല്ല ഇത് പാത്രത്തിൽ ഇല വെച്ചു. പാത്രത്തില് ഞാൻ പറഞ്ഞേ പാത്രത്തില് ഞാനും അവനെ എല്ലാവർക്കും കേൾക്കും. പ്ലേറ്റ് അങ്ങനെ എടുക്കണ്ട. പ്ലേറ്റിന്റെ അടിയെ നെയ്യാണ് ഭയങ്കര. ആ കുട്ടികളെവിടെ? അവിടെ എന്ത് ഒന്ന് ഉണ്ട് എന്തൊക്കെ ഉണ്ട്. കറക്റ്റ് സൈസ് കിട്ടാ. വാട്ടറൊക്കെ ഉണ്ട്, ഹൈടെക്. എന്തിനാ പോയി ആവശ്യം? തിന്ന് വേഗം മക്കളെവിടെയാണോ? എല്ലാരും കഴിക്കാം. വരുന്നുണ്ട് ഞാൻ പോയിക്കോളാം. മുടി കാണുന്ന ഫുള്ളല്ലേ.
എന്റെ ഇതെടുത്ത ഈ സാധനം എങ്ങനെയുണ്ട്? കുഞ്ഞാവന്റെ ഏഷ്യാട് രക്ഷയില്ല. നമുക്ക് എന്താണ് പണി? ഇതൊന്നും എടുത്താ എന്താ അവിടെ വീടിന്റെ കൂടെ വാ. അതൊന്നും ഒരിക്കലും കിട്ടാത്തതാ. എനിക്ക് കിട്ടണ പൈസന്ന് കുറച്ച് ഇങ്ങുവാണ് ആടി തരാം. എന്താ റബ്ബേ ഇതെന്ത് സംഭവം എന്തത്? അതുകൊണ്ട് കുറച്ചു നേരത്തിന് ആരും അങ്ങോട്ട് കാണാഞ്ഞത്. ഇത് നല്ലൊരു കളിയാണ്. ഓന് നല്ല ബൂസ്റ്റ് കളിക്കി കൊടുക്കും. എന്റെ റബ്ബേ ഇതിന് ഞങ്ങൾ ഇനി കുളത്ത് കൊണ്ട് മുക്കിയെടുക്കേണ്ടി വരുമോ? കഴിക്കാം അവിടെ കടക്കട്ടെ. കിട്ടണം എടാ കുഞ്ഞേ കുറച്ച് കഴിച്ചിട്ട് പോകാൻ ഇതിലുണ്ടായിരുന്നു. ഇന്നേക്ക് അങ്ങനെ ഇടല്ലേ? പ്ലേറ്റ് ഉണ്ടോ? പ്ലേറ്റ് കഴിഞ്ഞോ? അല്ല അതാ അവിടെ ഉണ്ട്. ഭാഗട്ടെ കിട്ടുണ്ടോ? കിട്ടില്ല. ഇനി വേണ്ട. എല്ലാവരും കഴിക്കാൻ തുടങ്ങി ഗൈസ്. എല്ലാം കിട്ടിയില്ല. ഫോട്ടോല്ല വീഡിയോ. എന്ത് മസ്റ്റ് ട്രൈ ആണ്? എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പല പല സ്ഥലങ്ങളിൽ ഇരുന്ന് കഴിക്കുകയാണ്. കുഞ്ഞു റോവൽ അവിടെ അല്ലേ? എവിടെ? തിന്നാൻ തുടങ്ങുന്നതിന്റെ മുന്നേ വെള്ളം മസ്റ്റ് ട്രൈ കേട്ടോ. മസ്റ്റ് ട്രൈ. ഉറക്കാൻ വിടാതെ 3 മണിക്ക് ഏഷ്യാഡ് കുഞ്ഞാവയുടെ ഏഷ്യാഡ്. ഇന്നലെ ഉറങ്ങാൻ വിട്ടിട്ടില്ല ഈ സാധനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. ഗൈസ് നമ്മളപ്പോൾ പോവാണ് കേട്ടോ. നമ്മളെ നാട്ടിലേക്ക് തിരിച്ച് പോവാണ്. അപ്പം ഞാനിതാ എൻ്റെ ഡ്രസ് കോസ്റ്റ്യൂമൊക്കെ ഇവിടെ എല്ലാവരും ഇത് റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് പോകാൻ തോന്നൂല. കാരണം ഇവിടെ എന്ന് വന്നാലും ഇങ്ങനെയാണ്, നമുക്ക് പോകാൻ തോന്നൂല. പക്ഷെ നമുക്ക് പോകേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാം ഗൈസ്. അപ്പോൾ നമുക്കൊരു ചായ കൂടെ കുടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാം. കപ്പ ബിരിയാണി കഴിച്ചിട്ടൊന്നും വേണ്ട ശരിക്കണം, എന്നാൽ പോലും നമുക്കൊരു ചായ കുടിച്ചിട്ട് ഇറങ്ങാം ഗൈസ്. അപ്പം
അപ്പൊ നമ്മള് ചായയും കൂടെ കുടിച്ചിട്ട് അങ്ങോട്ട് പോവാം. എല്ലാവരും ഫോട്ടോ എടുക്കാൻ അറ്റൻഷനായി നിൽക്ക എല്ലാവരും. റോഡ് ചെയ്യുന്നു സൂപ്പർ ആണോ? കുട്ടികളൊന്നുമില്ലല്ലോ. വീഡിയോ അപ്പൊ ഗൈസ് നമ്മള് ബിജമ്മന്റെ വീട്ടിൽ നിന്നും നമ്മളെ വീട്ടിലേക്ക് നാട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പൊ എല്ലാവരും പോണ തിരക്കിലാണ്. അപ്പൊ നമ്മള് പോവാണ്. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങള് പോവുകയാണ് ഞങ്ങള് പോകുകയാണ്. ലാസ്റ്റ് ഓന്റെ പോയത്. ബിജമ്മ ഫാൻസി കാണല്ലോ. ബിജമ്മ ഫാൻസി എനിക്കറിയില്ല ജിമ്മലൊന്നും പാടി. ഒരു ഉമ്മ കൂടെ കൊടുക്കാവോ? 1X ഒരു ഉമ്മ. പിന്നെ പോയിന്റ് ഞങ്ങള് ബാഗൊക്കെ അവന് 3 മണി മിണ്ടിക്ക് വരും. അധികമായിട്ട് പോകണ്ടില്ല, പട്ടി വരും. ഗൈസ് നമ്മൾ വെറുതെ പോയപ്പോൾ നല്ല തേയിലത്തോട്ടം കണ്ടു കേട്ടോ. നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. എങ്ങനെയുണ്ട്? പോവാൻ തോന്നില്ലല്ലേ നല്ലൊരു സ്ഥലത്ത് വന്നാണ്. നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ. ഒന്നും പറയണ്ട ഗൈസ്, നമ്മൾ വീട്ടിൽ പോവാണ് ഗൈസ്. ബൈ. എങ്ങനെ സുഖമായി നീ അറിയില്ലോ എന്നെ ഞാൻ കൂടൊരുക്കിയതാ കുങ്കരനെ ഞാൻ ഇനി കൂട്ടിരുന്നോളാം കുങ്കരനെ ഞാൻ കൂടൊരുക്കിയതാ കുങ്കരനെ ഞാൻ
എന്നും